അപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ 17:3 യേശു പറഞ്ഞു, പിതാവിലേക്ക് സ്വർഗ്ഗത്തെ നോക്കിയിട്ട് യേശു പറയുകയാണ്, അവൻ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയും തന്നെ നിത്യജീവൻ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് സത്യദൈവം ഏകനാണെന്നാണ്, ത്രിയേകനല്ല. അപ്പോൾ യേശുവിൻ്റെ ഫോളോവറായ ഞാൻ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് യേശുവിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു സത്യദൈവം ഏകനാണ് എന്ന്. അതുകൊണ്ട് ദൈവം ഏകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, അപ്പോൾ പൗലോസ് 1 Timotheus 2:3 പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിൽ മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥരും. അപ്പോൾ ദൈവം ഒരുവനാണ്, ഏകനാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞാനതാണ് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പൊതുവെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. ഈ പുത്തൻകുരിശിൽ ഏതാണ്ട് 40 വർഷങ്ങളായി ഒരു ബൈബിൾ കോളേജ് നടത്തുന്ന ഒരു സാറാണ്. ഈ ബൈബിൾ കോളേജിൻ്റെ സ്ഥാപക പ്രസിഡന്റാണ്. ഇന്ന് ഈ സാറിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവം, അതോടൊപ്പം തന്നെ തൻ്റെ ഉപദേശപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാറേ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പരിചയപ്പെടുത്താൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ജേക്കബ് മത്തായി. ഞാൻ ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ എന്ന് പറയുന്നതായ ഒരു ബൈബിൾ കോളേജിൻ്റെ സ്ഥാപക പ്രസിഡന്റും അതുപോലെ തന്നെ ഓൾമൈറ്റി ഗോഡ് ഫെലോഷിപ്പ് എന്ന് പറയുന്നതായ സഭയുടെ സീനിയർ പാസ്റ്ററുമായിട്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. സാറിൻ്റെ പാസ്റ്ററുടെ ബൈബിൾ കോളേജിൻ്റെ പേരെന്താണ്? എത്ര വർഷമായിട്ട് ഇതിവിടെ പ്രവർത്തിക്കുന്നു? ബൈബിൾ കോളേജിൻ്റെ പേര് ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജ് എന്നാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. പാസ്റ്റർ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാണ്? ബാല്യകാല വിദ്യാഭ്യാസം എവിടെയായിരുന്നു? പിന്നീട് എന്തെങ്കിലും ജോലിയിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ പിന്നെ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഒറിജിനലി പിറവംകാരനാണ്. തറവാടൊക്കെ പിറവത്താണ്. പിറവം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയല്ലേ? എറണാകുളം ജില്ല. അതിനുശേഷം ഞാൻ ജനിച്ചു വളർന്നതൊക്കെ നെല്ലിമറ്റം എന്ന് പറയുന്ന കോതമംഗലത്തിനടുത്ത് നെല്ലിമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനവിടെ സ്കൂളിലും കോളേജിലും പഠിച്ച ശേഷമായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് 1964 എവിടെ ഏത് സ്കൂളുകൾ കോളേജിലൊക്കെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഹൈസ്കൂളിൽ പഠിച്ചത് കവളങ്ങാട് സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം കോളേജിൽ പഠിച്ചത് കോതമംഗലം MA കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം പിന്നീട് എന്തായിരുന്നു? ഞാൻ കോളേജിന് ശേഷം എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ദൈവം എനിക്കൊരു നല്ലൊരു ജോലി തന്നു. അപ്പോൾ 18ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആരംഭിച്ചു. ഓക്കെ. അപ്പോൾ ജനിച്ചു വളർത്തപ്പെട്ടത് ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ്? ഞാൻ ഒറിജിനലി ഒരു യാക്കോബ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നീട് ഇപ്പോൾ നിൽക്കുന്ന ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? ഞാൻ യാക്കോബ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പലതരത്തിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ പിതാവ് 1961 മരിച്ചു. അതിനുശേഷം എൻ്റെ 1963 എൻ്റെ മൂത്ത സഹോദരി മരിച്ചു. 1964 എൻ്റെ നേരെ ഇളയ സഹോദരി 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് കടിയേറ്റ് മരിക്കാനിടയെത്തിയിരുന്നു. അങ്ങനെ 3 മരണം എൻ്റെ കുടുംബത്തിൽ അടിച്ചടിച്ചുണ്ടായപ്പോൾ എനിക്ക് എൻ്റെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു നിരീശ്വരവാദിയായിട്ട് തീരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ 3 പേര് വീട്ടിൽ തുടർച്ചയായി മരണപ്പെട്ടു. അതിനുശേഷം ഒരു നിരീശ്വരവാദിയായി. അപ്പോൾ ആ നിരീശ്വരവാദിയായി തീർന്ന സമയത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഏതെങ്കിലും മൂവ്മെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തോ? ഒന്നുമില്ല, വേറൊരു മൂവ്മെൻറ്റുമായിട്ട് ഞാൻ ചേർന്ന് പ്രവർത്തിച്ചില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ യാതൊരു സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു, കൊതിച്ചു. ആ സമയത്താണ് എനിക്ക് എയർഫോഴ്സിലെ ജോലി കിട്ടി.
ഞാൻ ബാംഗ്ലൂരിൽ അവിടെ ട്രെയിനിങ്ങിനായിട്ട് കടന്നുപോയി. എത്ര വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തു? ഞാൻ 10 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തു. അതിനുശേഷം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? ഞാൻ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഫിലിപ്പ് എന്ന് പറയുന്ന ദേവദാസൻ ഞങ്ങളുടെ എയർഫോഴ്സ് ക്യാമ്പസിൽ വന്നിട്ട് ഈ ദൈവത്തെ പറ്റിയെല്ലാം പറഞ്ഞു, യേശുവിനെ പറ്റിയെല്ലാം പറഞ്ഞു. ഞങ്ങളെ അവർ ഇംഗ്ലീഷ് സർവീസിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഞാനും എൻ്റെ 2 കൂട്ടുകാരും ഞങ്ങളവിടെ പോയി ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് സംബന്ധിച്ചു. അപ്പോൾ അവിടെ വെച്ചാണ് പിതാവായ ദൈവത്തെ പറ്റിയും രക്ഷകനായ യേശുവിനെ പറ്റിയും അറിയുവാനും യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷാവായി സ്വീകരിക്കുവാനും ഇടയായിത്തീർന്നത്. പിന്നീട് ഒരു സുവിശേഷ പ്രവർത്തകനാകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാനുള്ളൊരു കാരണം എന്താണ്? അതിനുവേണ്ടി ആദ്യ സ്റ്റെപ്പ് എന്താണ് ചെയ്തത്? 1964 ഞാൻ എയർഫോഴ്സ് ജോലി ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷവും കിട്ടുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. 1968 നവംബർ മാസം 21-ാം തീയതി രാത്രി 11 മണിക്ക് ഞാനവിടെ മുട്ടുകുത്തിയിരുന്ന് യേശുവിനെ സന്ദേശമായി സ്വീകരിച്ച് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനായി തീർന്നു. അപ്പോൾ ഞാൻ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഏതാണ്ട് 1 മണിക്കൂർ അന്യഭാഷ സംസാരിക്കുവാനും ആത്മാവിൻ്റെ സന്തോഷം സമാധാനം പ്രാപിക്കുവാനും എനിക്ക് ഇടയായിത്തീർന്നു. ഈ ആത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നല്ലോ, ആ ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ തനിച്ചിരുന്ന രാത്രി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്ക് ആത്മാവിൻ്റെ നിറവുണ്ടായത്. ഞാൻ അന്യഭാഷ സംസാരിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ക്ഷീണങ്ങളും മാറി, നിരാശകളും മാറി, മരണത്തെ പറ്റിയുള്ള ഭീതിയെല്ലാം മാറിയിട്ട് എനിക്കൊരു പുതിയ ഒരു ആത്മീയ സന്തോഷവും ശക്തിയും ബലവും ദൈവം എനിക്ക് നൽകി തന്നു. ഓക്കെ, പിന്നീട് ഈ ബൈബിൾ കോളേജ് ആരംഭിച്ചത് ഏത് വർഷമാണ്? അത് അങ്ങനെ ആരംഭിക്കാനുള്ളൊരു കാരണം എന്താണ്? 1968 ഞാൻ രക്ഷിക്കപ്പെട്ടു. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ശേഷമായിട്ട് ദൈവത്തിൻ്റെ വിളി എനിക്കുണ്ടായി. അപ്പോൾ ജോലി രാജിവെച്ച് വന്നിട്ട് ദൈവത്തെ വേല ചെയ്യുന്ന ആ ദൈവവിളി ഞാൻ കേട്ട് അനുസരിച്ച് ഞാൻ എയർഫോഴ്സിൽ 10 വർഷത്തിന് ശേഷം ഞാൻ ജോലി രാജിവെച്ച് ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങിത്തിരിച്ചു. അല്ല, അതിനൊരു പ്രചോദനമായ കാരണം എന്താണ്? പ്രചോദനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ വന്നു. സമാധാന സന്തോഷവും ജീവിതത്തിൽ എവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതായ ജീവിതം ലക്ഷ്യമില്ലാതെ പോയിരുന്നതായ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വലിയ ദൈവത്തെ ഞാൻ സേവിക്കണം, സാക്ഷ്യമായി ജീവിക്കണം എന്നുള്ളതായ താല്പര്യം എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായിട്ട് വന്നിട്ടാണ് ഞാൻ ജോലി രാജിക്ക് വേണ്ടി എഴുതി കൊടുത്ത് ഞാൻ 10 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി പിരിഞ്ഞു വിടുവാൻ ഇടയായിത്തീർന്നു. ഓക്കെ, പാസ്റ്ററുടെ വീട്ടിലെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു ഒരു വീട്ടിലെ ഒരു പശ്ചാത്തലം? എൻ്റെ പ്രവൃത്തി ഞങ്ങൾ നല്ലൊരു ആവറേജ് ഫാമിലിപ്പെട്ടാണ്. കൊച്ചുകാരൻ എന്ന് പറയുന്ന ഫാമിലി. എൻ്റെ അപ്പച്ചൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ജോലിയായിരുന്നു. എന്നാൽ അപ്പച്ചന് മറയൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ അവിടെ ആസ്മ പിടിപെട്ട ശേഷമായിട്ട് ഈ ജോലി രാജിവെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ജോലി രാജിവെച്ച് ഞങ്ങൾ 11 മക്കളായിരുന്നു. അപ്പോൾ ഞങ്ങൾ 11 മക്കളെ വളർത്തുവാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ വളരെ ദാരിദ്ര്യ അവസ്ഥയിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. എന്നാൽ ദൈവം പിന്നീട് ഞാൻ ദൈവത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തി. ഓക്കെ, അപ്പോൾ ഈ പാസ്റ്റർ ഈ ബൈബിൾ കോളേജ് ആരംഭിക്കാനായിട്ട് ഉള്ള ഒരു ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ എങ്ങനെയാണ് ഈ 40 വർഷമായിട്ട് ഇവിടെ ബൈബിൾ കോളേജ് പ്രവർത്തിക്കുന്നു? ഇതിൻ്റെ പേരിലൊരു ബസ് സ്റ്റോപ്പ് തന്നെയുണ്ട്. അപ്പം ഇത്രയും പ്രശസ്തമായ രീതിയിൽ ഈ ബൈബിൾ സ്കൂൾ നടത്താനായിട്ടുള്ള എങ്ങനെയാണ് ഇത് സാധിച്ചത്? എങ്ങനെയാണ് ഈ പാസ്റ്റർ ആരംഭിക്കുന്ന സമയത്ത് ഈ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് അതിൻ്റെ ഒരു തുടക്കം? എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയതായ ആ ദൈവത്തിൻ്റെ സുവിശേഷം ഈ ബോലോത്തൊക്കെയും എത്തിക്കണം എന്നുള്ളതായ ഒരു വലിയൊരു താല്പര്യവും ആത്മാവിൻ്റെ വലിയ പ്രചോദനവും എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ച് പോന്നു. അങ്ങനെ ശേഷം ഞാൻ ദൈവത്തെ വേലിലായിരുന്നായ ലൈസമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് എറണാകുളത്ത് തേവരി താമസമാക്കിയുണ്ട്. നേവിക്കാരുടെ ഇടയിൽ ഒരു ഹിന്ദി സർവീസും ഇംഗ്ലീഷ് സർവീസും ഞങ്ങൾ ആദ്യം ആരംഭിച്ചു. പിന്നീട് 1900 അല്ല, ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് കണ്ട പെൺകുട്ടി ഒരു സുവിശേഷകനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടോ? എന്തായിരുന്നു അതിൻ്റെ ഒരു
സഹോദരിക്കും സുവിശേഷ വേലക്കാരന് വിവാഹം കഴിക്കണം എന്നൊരു താല്പര്യമായിരുന്നു. ലൈസമ്മ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കുറച്ച് ആത്മീയ താല്പര്യം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വേല CSIക്കാരുടെ ലേഡീസ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാരണവന്മാർ വിവാഹം ആലോചിച്ചു. ഒരു പാസ്റ്ററാണ് ആദ്യമായിട്ട് വിവാഹത്തെ ആലോചിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സഹോദരി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്ക് അറിയണം. കാരണം ഞാൻ എയർഫോഴ്സിൽ ജോലിയൊക്കെ രാജിവെച്ച് ഉള്ള കഞ്ഞിയിൽ പാറ്റി അടിച്ചിട്ടാണ് ഞാൻ പെൻഷനൊന്നും ഇല്ലാതെ ഇറങ്ങി തിരിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം കർത്താവിന് വേലയാണ്. അപ്പോൾ എനിക്ക് യാതൊരുത്തരായ ഭൗതിക ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ള സത്യം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരി അറിയണമെന്നുള്ള താല്പര്യമുണ്ടായിട്ട് ഞാൻ ആ സഹോദരിയെ ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ലൈസമ്മോട് ഞാൻ പറഞ്ഞു വിവാഹം കഴിക്കുവാൻ എനിക്ക് സന്തോഷമാണ്. കാരണം നിങ്ങളെപ്പോലുള്ള സുവിശേഷകരായിരിക്കുന്നതായ ഒരു സഹോദരി എൻ്റെ വേലയ്ക്ക് സഹായമായി തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊന്നുമില്ല, ഒരു വീടില്ല, പെൻഷനില്ല, യാതൊരുത്തരായ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചാൽ വസ്ത്രം വാങ്ങി തരാമെന്നോ അല്ലെങ്കിൽ ആഹാരം വാങ്ങി തരാമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാൻ യാതൊരു ഗ്യാരണ്ടിയില്ല. ദൈവം എനിക്ക് ആഹാരം തന്നാൽ എനിക്കത് പൈസ തന്നാൽ ഞാൻ ഷെയർ ചെയ്യാം, സഹായിക്കാമെന്നല്ലാതെ യാതൊരു ഗ്യാരണ്ടിയില്ല. കർത്താവിൻ്റെ ദൈവനാമത്തിന് വേണ്ടി ഒരുപക്ഷെ മരത്തടി ചുവട്ടി കിടന്നുറങ്ങേണ്ടതായിട്ട് വരും, അതുപോലെ പട്ടിണി എടുക്കേണ്ടതായിട്ട് വരും. എല്ലാത്തിനും തയ്യാറാണെങ്കിൽ മാത്രമേ ഈ വിവാഹത്തിന് താല്പര്യം കാണിക്കാവൂ. അപ്പോൾ അങ്ങനെ വിവാഹം നടന്നു. അപ്പോൾ വിവാഹത്തിന് മുമ്പ് പാസ്റ്റർ സുവിശേഷ വേലയിലേക്ക് കടന്നു വന്നിരുന്നു അല്ലേ? അതെ, അതിന് മുമ്പ് തന്നെ സുവിശേഷ വേല ആരംഭിച്ചു. സുവിശേഷ വേല പിന്നീട് ഉള്ള സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാമോ? എൻ്റെ വിവാഹം 1977 അതിനുശേഷം 79 ഞാനും വൈഫുകളും കൂടി ഇവിടെ തേവര പോയിട്ട് ഒരു 80,000 രൂപയുടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഞങ്ങൾ താമസമാക്കി അവിടെ മിനിസ്ട്രി ആരംഭിച്ചു. ആദ്യം മിനിസ്ട്രി ആരംഭിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നേവൽ ബേസിൽ നേവിക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ മിനിസ്ട്രി ആരംഭിച്ച്. അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എറണാകുളത്ത് ആദ്യമായിട്ട് ഞങ്ങൾ 77 അവിടെ ഒരു സഭ ആരംഭിച്ചു. പിന്നീട് ഈ പുത്തൻകുരിശിലേക്ക് കടന്നു വരാനും ഇവിടെ ഈ പ്രസ്ഥാനം ആരംഭിക്കാനുള്ളൊരു കാരണം എന്താണ്? 1977 ഞങ്ങൾ തേവരയിൽ വാടക കെട്ടിടത്തിലാണ് അവിടെ മിനിസ്ട്രി ആരംഭിച്ചത്. അതിനുശേഷം 1985 ഒരു ബൈബിൾ കോളേജ് തുടങ്ങണമെന്നുള്ള താല്പര്യം. ധാരാളം പേരെ ഈ സത്യം ഇതിൽ ബൈബിൾ ട്രെയിൻ ചെയ്ത് ഈ കാര്യം ലോകത്തൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി യൗവനക്കാരെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ പുത്തൻകുരിശിൽ ഇടയ്ക്ക് അവിടെ സ്ഥലം വാങ്ങുവാൻ 2 ഏക്കർ സ്ഥലം വാങ്ങുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ 2 ഏക്കർ സ്ഥലം വാങ്ങിച്ച് 3 കെട്ടിടം പണിത് 1990 ഞങ്ങൾ ബൈബിൾ കോളേജും സഭയും ഞങ്ങൾ പുത്തൻകുരിശിലേക്ക് ഞങ്ങൾ മാറ്റി സ്ഥാപിച്ചത്. ഓക്കെ. 1990 മുതൽ ഈ 2025 വരെ എത്ര കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങി പോയിട്ടുണ്ട്? അവരൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സുവിശേഷ വേല ചെയ്യുന്നത്? വിവിധ സഭകളിൽ നിന്ന് വന്നതായ സഹോദരി സഹോദരന്മാർ ഇവിടെ അഡ്മിഷൻ കൊടുത്ത് ഇവിടെ പഠിപ്പിച്ചു. ഇംഗ്ലീഷ് ഹിന്ദിയായിരുന്നു മീഡിയം. കാരണം വടക്കേ ഇന്ത്യ അതുപോലെ ലോകത്തിൽ എവിടെയും പോയി സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി അവരെ ട്രെയിൻ ചെയ്യുക, അതായിരുന്നു ഞങ്ങളുടെ ദർശനം. ഏതാണ്ട് ഒരു 300ഓളം സഹോദരി സഹോദരന്മാരെ ട്രെയിൻ ചെയ്ത് അവരെ ലോകത്തെ എല്ലാ ഭാഗത്തേക്കും അയക്കുവാനിടയെത്തിയിരുന്നു. ധാരാളം പേര് വടക്കേ ഇന്ത്യയിലാണ് മിനിസ്ട്രി ചെയ്യുന്ന ഇൻഡിപെൻഡൻസ് സഭയായിട്ടും അതുപോലെ മറ്റു പല സഭകളും കൂടി ചേർന്ന് കർത്താവിൻ്റെ വേലകൾ ചെയ്തു വരുന്ന ധാരാളം പേര് വിദേശ രാജ്യങ്ങളിലും കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഫീസ് ഉണ്ടോ അതോ ഫ്രീ ആയിട്ടാണോ അവർക്ക് ഈ ബൈബിൾ കോളേജ് പഠനം കൊടുക്കുന്നത്? ഇല്ല, ഞങ്ങൾ ഫീസൊന്നും വാങ്ങാറില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കണമെന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫീസ് വാങ്ങാറില്ല. പിന്നെ ആരെങ്കിലും വോളണ്ടിയർ സ്വയമായിട്ട് സംഭാവന ചെയ്താൽ ഞങ്ങൾ വാങ്ങും. അല്ലാതെ ഫീസ് ഒന്നും വാങ്ങാറില്ല. എല്ലാം വിശ്വാസത്താലായിരുന്നു. ഈ 1985 മുതൽ ഈ 2025 വരെ ഞങ്ങൾ ബൈബിൾ സ്കൂളും സഭയെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻറ്റിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ലൈസമ്മ എൻ്റെ മിനിസ്ട്രിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ട് കടന്നുപോയ സമയത്തെല്ലാം എന്നോട് കൂടെ നിന്ന് എന്നെ വളരെ സഹായിച്ചതിൻ്റെ പ്രചോദനമായ ഒരു ദൈവദാസിയാണ്.
എന്നാൽ കഴിഞ്ഞ വർഷം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. എനിക്ക് വളരെ ഒരു തക്ക തുണയായി എന്നെ വളരെ സഹായിച്ചു ദേവദാസി. പിന്നീടുള്ള സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? 1985 മുതൽ ഇതുവരെ 300 പേരെ സഹോദരന്മാരെ ഇവിടെ ട്രെയിൻ ചെയ്ത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. അതിനുശേഷം 1990 നമ്മളിവിടെ ഈ സ്ഥലങ്ങൾ വാങ്ങിച്ച് പുത്തൂസിലേക്ക് മാറിയത്. അങ്ങനെ ലൈസമ്മയുടെ മനഃശേഷവും നമ്മുടെ ബൈബിൾ കോളേജും അതുപോലെ ഈ സഭയും ശുശ്രൂഷകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ബാച്ചിൽ 48 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് കൂടുതലും ഈ സ്റ്റുഡൻസ് സഹോദരന്മാർ വടക്കിൽ നിന്നുള്ളവരായിരുന്നു. 42 പേര് ഈ കഴിഞ്ഞ മാസം ഗ്രാജുവേറ്റ് ചെയ്ത് വടക്കിൻ്റെയിലേക്ക് പ്രധാന വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. ഇനി അടുത്ത ബാച്ച് ആരംഭിക്കുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ ഏതാണ്ട് ഒരു 75 പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സഹോദരന്മാരായിട്ട് ഇവിടെ കടന്നു വരാം എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഒരു 100 കണക്കിന് സഹോദരന്മാരെ ട്രെയിൻ ചെയ്ത് ലോകത്തിൻ്റെ 5 വനക്കരകളിലേക്കും സുവിശേഷമായിട്ട് എത്തിക്കുക. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ ദർശനവും. അതാണ് ഇവിടെ പഠിപ്പിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഈ ബൈബിൾ കോളേജിൽ? ഇവിടെ പഠിപ്പിക്കുന്ന 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. ഒന്ന് അങ്കമാലിയിലുള്ള ഒരു സഭയിൽ നിന്നുള്ളതായ ഒരു ദേവദാസിയും അതുപോലെ മറ്റുള്ളവർ നമ്മുടെ ഈ ബൈബിൾ കോളേജിൽ തന്നെ 3 വർഷം BTC കഴിഞ്ഞ കർത്താവിൻ്റെ വേലയിൽ പല വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരാണ്. ഓക്കെ. അച്ഛൻ പാസ്റ്റർ ഏത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഞങ്ങളുടെ സഭ ആദ്യം മുതൽ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച ആയിട്ടാണ് പോകുന്നത്. ഞാൻ രക്ഷപ്പെട്ടു സ്ഥാനപ്പെട്ടതെല്ലാം ബാംഗ്ലൂരിലായ ഒരു ഇംഗ്ലീഷ് സർവീസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിലാണ് ഞങ്ങൾ സ്ഥാനപ്പെട്ടതൊക്കെ. അതുകൊണ്ട് ഞാൻ മിനിസ്ട്രിയിൽ ആരംഭിച്ച ശേഷവും ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ എല്ലാ സഭകളുമായിട്ടും എല്ലാ ദൈവങ്ങളുമായിട്ടും സഭാവ്യത്യാസമില്ലേ നമുക്ക് സഹകരണമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സഭകളിൽ നിന്നുള്ളായ ദൈവമക്കളെ ഇവിടെ കടന്നു ദൈവത്തിൻ്റെ വചനം പഠിക്കാറുണ്ട്. ഓക്കെ. ആ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൻ്റെ പേരെന്ന് പറയാമോ? ഞങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ സഭയുടെ പേര് ഓൾമൈറ്റി ഗോഡ് ഫെലോഷിപ്പ്. അതായത് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നതായ ദൈവമക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഓൾമൈറ്റി ഗോഡ് ഫെലോഷിപ്പ്, AGF അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ. ഓൾമൈറ്റി ഗോഡ് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് യഹോവ സാക്ഷി ആണോ? അല്ല, യഹോവ സാക്ഷിയുടെ യാതൊരു കണക്ഷനുമില്ല, യാതൊരു ബന്ധവുമില്ല. ആമേൻ. ഉൽപ്പത്തി 1:1 പറയുന്നത് ആദ്യം ദൈവം ആകാശവും ഭൂമി നിർമ്മിച്ചു. അപ്പോൾ ആകാശത്തിലെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം ഉൽപ്പത്തി 1:1 ദൈവം ഉൽപ്പത്തി 17:1 അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ട് അബ്രാഹാം പറയുകയാണ്, അബ്രാഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, എൻ്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലായത് ആമേൻ നമ്മുടെ ദൈവം സൃഷ്ടാവായ ദൈവം അത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേര് ഓൾമൈറ്റി ഗോഡ് ഫെലോഷിപ്പ് എന്ന് ഇട്ടിരിക്കുന്നത്. പക്ഷേ പൊതുവെ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭകൾ വരെ ഫോളോ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും ട്രിനിറ്റിയാണ്, ത്രിയേക ദൈവം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാസ്റ്ററൊക്കെ ഏക ദൈവം എന്ന് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവമാണോ അതോ ദൈവമല്ല എന്നാണോ പഠിപ്പിക്കുന്നത്? ഞാൻ യേശുവിൻ്റെ ഫോളോവറാണ്. യേശു പഠിപ്പിച്ചതാണ് എനിക്ക് പ്രധാനപ്പെട്ട വിഷയം. യേശു മത്തായി 28:18 പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും അതെനിക്ക് നൽകപ്പെട്ട ആകിയ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രനെയും ഒരു സാധനം കഴിപ്പിച്ച് ഞാൻ നിന്നോട് കൽപ്പിച്ചു നോക്കി പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സർവ്വജാതികളെ ശിഷ്യന്മാരാക്കുകയും. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കുകയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിക്കുക എന്നാണ് യേശു കൽപ്പിച്ചത്. അപ്പോൾ യേശുവിൻ്റെ വചനം, യേശുവിനെ പഠിപ്പിക്കൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ 17:3 യേശു പറഞ്ഞു, പിതാവിലേക്ക് സ്വർഗ്ഗത്തെ നോക്കിയിട്ട് യേശു പറയുകയാണ്, ആമേൻ, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയും തന്നെ നിത്യജീവൻ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് സത്യദൈവം ഏകനാണെന്നാണ്, ത്രിയേകനല്ല. അപ്പോൾ യേശുവിൻ്റെ ഫോളോവറായ ഞാൻ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് യേശുവിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു സത്യദൈവം ഏകനാണ് എന്ന്. അതുകൊണ്ട് ദൈവം ഏകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല
അപ്പോൾ ഈ പൗലോസ് 1 തിമോഥെയോസ് 2:3 പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥ വരും. അപ്പോൾ ദൈവം ഒരുവനാണ്, ഏകനാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞാനതാണ് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പൊതുവെ ക്രൈസ്തവ സമൂഹം യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്ററുടെ സഭ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ? ഇല്ല, ദൈവമായിട്ടല്ല. കാരണം യേശു അപ്പൊ ചോദിക്കുന്നത്, യേശു ദൈവമല്ലേ? യേശു ദൈവമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം ആ ദൈവത്തിൻ്റെ വചനമാണ്. കാരണം യേശു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയും പിതാവ് പറഞ്ഞിട്ടില്ല, ശിഷ്യന്മാർ പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തുവും പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിനെ പഠിപ്പിച്ചത്, നിങ്ങൾ ക്രൂശിച്ചായ ക്രിസ്തുവിനെ ദൈവം കർത്താവും രക്ഷകനുമാക്കി വെച്ചിരിക്കുന്നവരത്, അല്ല ദൈവമാക്കി വെച്ചിരിക്കുന്നതല്ല പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവം എന്നല്ല, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്നാണ്. അപ്പോൾ യേശു ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന രക്ഷകൻ. യേശുവിൻ്റെ ജനനത്തിങ്കിൽ ആമേനോട് പറഞ്ഞ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്ന, ഒരു ദൈവം ജനിച്ചു എന്നല്ല. അത് ഓൾറെഡി ഒരു ദൈവമുണ്ട്. പിന്നെ നമുക്ക് വേറെ അഡീഷണൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല. 10 കൽപ്പന 1-ാമത്തെ കൽപ്പന പറയുന്നത്, ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർവശക്തനായ യഹോവയ ദൈവമല്ലാതെ വേറൊരു ദൈവവും പാടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് വിശ്വസിക്കുന്ന, ഏറ്റെടുക്കുന്നു. അത് ഞാൻ ലോകത്തോട് പഠിപ്പിക്കുന്നു. പാസ്റ്ററെ, ഈ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിശ്വസിക്കുന്നവർ. എന്നാൽ ലോകത്തിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള 140 കോടി ജനസംഖ്യയുള്ള കത്തോലിക്ക സഭയും മറ്റ് ഓർത്തഡോക്സ്, യാക്കോബായ, പെന്തക്കോസ്റ്റൽ സഭകളെല്ലാം യേശു ക്രിസ്തുവിനെ ദൈവമായിട്ടാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ പാസ്റ്ററെ പോലുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം നാം മുറുകെ പിടിക്കാന്നുള്ളതാണ്. ഇപ്പം മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത് ഒരു നവോത്ഥാനം ഉണ്ടായി. അന്ന് കത്തോലിക്ക സഭയായിരുന്നു. പല ദൈവങ്ങളെ, പല സെയിൽസിലൊക്കെ ആരാധിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ദൈവം മാർട്ടിൻ ലൂതറിൽ കൂടി ഒരു നവോത്ഥാനം വരുത്തി. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു പെന്തക്കോസ്തിലെ ഒരു ഉണർവുണ്ടായി, ഒരു നവോത്ഥാനം ഉണ്ടായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ പെന്തക്കോസ്തിലെ ഈ അനുഭവം അത് പൈശാചികമാണെന്ന് പറഞ്ഞ് എല്ലാവരും അത് എതിർത്തു. പക്ഷേ ഇപ്പോൾ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്, ഈ ആത്മാവിൻ്റെ അഭിഷേകം അത് സത്യമാണ്, എല്ലാ ദൈവമക്കൾക്കും അത് ആവശ്യമാണ്. ലോകം മുഴുവൻ അംഗീകരിച്ചു, എല്ലാ സഭകളും അംഗീകരിച്ചു. അപ്പോൾ വീണ്ടും ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു അന്ധകാലത്ത് ഒരു നവോത്ഥാനം, അതായത് യേശു ക്രിസ്തുവിൽ നിന്ന്, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കുന്നത് അന്യപ്പെട്ട് പാളം തെറ്റിപ്പോയ ക്രിസ്തീയ സഭയെ മടക്കി സത്യത്തിലേക്ക് 1-ാം നൂറ്റാണ്ടിലെ പഠിപ്പിക്കല്, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലേക്ക്, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിലേക്ക് മടക്കൊണ്ടുവരിക, അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഒരുപക്ഷെ ഇതൊരു അന്ധകാല നവോത്ഥാനമായിരിക്കാം. അതാ ഞാൻ ഈ ചോദിക്കുന്നത്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ്, അതായത് പാസ്റ്ററെ പോലുള്ള ചില ആളുകൾക്ക് മാത്രമാണ്. ഒരു സഹോദരനുണ്ട്, ഡൽഹിയിൽ നിന്നുള്ള ഒരു അച്ചായനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കുരുവിള സാമുവേൽ കുളഞ്ഞിക്കൊമ്പിൽ. അദ്ദേഹവും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്ന ആളല്ല. അപ്പോൾ ഇങ്ങനെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ള ക്രൈസ്തവ സഭകൾക്കൊന്നും ഈ വെളിപ്പാട് ലഭിച്ചില്ലേ? വെളിപ്പാട് ലഭിക്കാത്തതുകൊണ്ടല്ല, എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വമായിട്ട് അതിനെ ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. അല്ല അത് അങ്ങനെ ഏറ്റെടുക്കാത്തത് കൊണ്ട് എന്താണ് അവർക്കൊരു പ്രയോജനം? എന്താണ് ഏറ്റെടുക്കാത്തതുകൊണ്ട്? ജനങ്ങളുടെ മെജോറിറ്റി യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് ആരാധിക്കുന്നവരാണ്, യേശു മാത്രം ആരാധിക്കുന്നവരാണ്. പക്ഷേ യേശു ക്രിസ്തു മത്തായി 4:10 വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, യോഹന്നാൻ 4:23-24 വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, പിതാവായ ദൈവത്തെ, ദൈവ ആത്മാവാകുന്നു, അവനെ ആരാധിക്കാവൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിതാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. യേശു ക്രിസ്തുവിനെ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവാത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ. ദൈവാത്മാവ് എന്നെ ആരാധിക്കുന്നവരല്ല യേശു പറഞ്ഞത് ദൈവാത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ കാണിക്കുന്ന അവനെ ആരാധിക്കുന്ന യേശു പഠിപ്പിച്ചത്. അത് ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലായെങ്കിൽ എൻ്റെ കുഴപ്പമില്ല. എനിക്ക് ദൈവനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ സഭ യോർമെറ്റിക്കൽ ഫെലോഷിപ്പ് പറഞ്ഞ ഒരു അന്തികാല നവോത്ഥാന സഭയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഉപദേശമാണോ പാസ്റ്റർ ഇവിടെ ഈ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത്? ശക്തമായിട്ട് ഈ ഉപദേശം പഠിപ്പിക്കുന്നത്.
യാതൊരു വിട്ടുവീഴ്ചയില്ല. അല്ല, അപ്പൊ കാരണം യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശമാണ്, അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പെന്തക്കോസ്റ്റൽ സഭകളെല്ലാം ദുരുപദേശം പഠിപ്പിക്കുന്നു എന്ന് വരില്ലേ? ഇല്ല, ഒരിക്കലും ഞാൻ പെന്തക്കോസ്ത് സഭകൾ ദുരുപദേശം പഠിപ്പിക്കുന്നു, ക്രിസ്ത്യാനികൾ ദുരുപദേശം പഠിപ്പിക്കുന്നു ഞാൻ പറയത്തില്ല. കാരണം അവർക്ക് ഈ കാഴ്ചപ്പാട് കിട്ടിയില്ല. പെന്തക്കോസ്ത് സഭകൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പറ്റി, അന്യഭാഷയെ പറ്റിയൊക്കെ ഇത് കിട്ടി, അത് വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു, നല്ല കാര്യത്തിൽ. പക്ഷേ ഈ കാര്യത്തിൽ യേശു ദൈവത്തെ പുത്രനെന്ന് അവർ പറയും, പക്ഷേ ദൈവമാണെന്നും കൂടെ പറയും, രണ്ടും പറയും. അവിടെയാണ് കുഴപ്പം. അപ്പനും മകനും അപ്പനാകാൻ പറ്റത്തില്ല ഒരാൾക്ക്. ഒന്നുകിൽ അപ്പനല്ലേ മകൻ. ആമേൻ. കാരണം ഈ ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, ജനം എന്നെപ്പറ്റി എന്ത് പറയുന്നു? അപ്പോൾ ശിഷ്യന്മാർ നീ എലിയാവാണ്, അതാണ് പറഞ്ഞു. അവൾ യേശു പറഞ്ഞ നല്ല കാര്യം തന്നെ. അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെപ്പറ്റി ഞാൻ ആരെന്നാണ് പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞത് നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് പറഞ്ഞത്. അപ്പോൾ യേശു അതിനെ നെഗറ്റീവായിട്ടല്ല പ്രതികരിച്ചത്. യേശു പറഞ്ഞത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാമത്രയും ഈ സ്ഥലത്ത് നിങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യേശു അതിനെ ഖണ്ഡിച്ചില്ല. യേശുവിൻ്റെ കൂടെ 3 വർഷം നടന്നായ ശിഷ്യന്മാരുടെ അഭിപ്രായത്തെ അത് ശരിവെച്ചു, അംഗീകരിച്ചു. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് യേശു അംഗീകരിച്ചു. അതുമാത്രമല്ല, ശിഷ്യന്മാരെ അവർ പോയി പ്രസംഗിച്ചത് യേശുവിനെ ദൈവമായിട്ടല്ല, നിങ്ങൾ ക്രൂശിച്ചതായ ക്രിസ്തുവിനെ ദൈവം കർത്താവും രക്ഷകനുമാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞത്. അല്ല, യേശു ദൈവമായിട്ട് അപ്പോസ്തലന്മാർ ആരും പ്രസംഗിച്ചില്ല. പിന്നെ ഏത് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റേ ക്രൈസ്തവ സഭകൾ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നത്? അത് ചില വാക്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കാം, ചില പൊടി വാക്യങ്ങളൊക്കെ. ഇപ്പൊ യെശയ്യാ പ്രവാചകൻ 9:6 പറയുന്നു, നമുക്കൊരു ശിശു ലഭിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അപ്പോൾ വീരനായ ദൈവം എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലേ ആ പ്രവചനം? അത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞായിരിക്കാം, അതാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞത് യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കാനല്ല. യേശു പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ചില ജാതികൾ ശിഷ്യന്മാരാക്കാനാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ പഠിപ്പിക്കാൻ നമ്മൾ മുകളിലേക്ക് എടുക്കുന്നത്. ഇങ്ങനെ അപ്പോസ്തലന്മാരെ പഠിപ്പിക്കലും അതുപോലെ യെശയ്യാവിൻ്റെയും മറ്റും നിയമങ്ങൾ, അതെല്ലാം നമുക്കത് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം, സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട്. അല്ല, പഠിപ്പിക്കൽ യേശുവിൻ്റെ മക്കളായ നമ്മൾ, യേശു രക്ഷകൻ്റെ അംഗീകരിക്കുന്ന നമ്മൾ യേശുവിനെ പഠിപ്പിക്കലാണ് നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട്, അതാണ് നമ്മൾ ലോകത്തോട് പഠിപ്പിക്കുന്നത്. യേശു പഠിപ്പിച്ച പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത്, പിതാവിനെ ആരാധിക്കാനാണ് യേശു പഠിപ്പിച്ചത്. അത് നമ്മൾ ചെയ്യണത്, അത് ക്രിസ്ത്യാനിയുടെ കടമയാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് സഭയെ മടക്കി കൊണ്ടുവരിക, ആ ദൗത്യമാണ് ആയിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ല, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന് എന്താണ് ഒരു നിലനിൽപ്പ്? എന്താണ്? അല്ല, ഒന്നാമത് ക്രിസ്ത്യാനിറ്റി എന്നത് അത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ സംഭവമല്ല. ഒന്നാമത് യേശു ക്രിസ്തു ക്രിസ്ത്യാനിയായിരുന്നില്ല. അത് മാത്രമല്ല, യേശു ക്രിസ്തു പോയി ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാനും പറഞ്ഞില്ല, ശിഷ്യന്മാരെ ഉണ്ടാക്കാനും പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോഴും ഒരു മതമായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കൊരു മതമല്ല വേണ്ടത്, ക്രിസ്ത്യാനിറ്റി അല്ല നമുക്ക് വേണ്ടത്, ഒരു മതമല്ല നമുക്ക് വേണ്ടത്. നമ്മളെ പ്രപഞ്ച സൃഷ്ടാവായ, നമ്മുടെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തെയാണ് നമുക്ക് വേണ്ടത്. ആ ദൈവത്തെങ്കിലുള്ള ഏകമാർഗം യേശു ക്രിസ്തുവാണ്, യേശു രക്ഷകനാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിൽ കൂടി അല്ലാതെ ആദ്യം പിതാവിലേക്ക് വരികയില്ല അവർ. അപ്പോൾ യേശു ക്രിസ്തു പിതാവിലേക്കുള്ള ഏകമാർഗമാണ്, ഏകരക്ഷകനാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആരാധിക്കേണ്ടത് അപ്പോൾ യഹോവയാണോ? ക്രിസ്ത്യാനി ആരാധിക്കേണ്ടത് സർവശക്തനായ യഹോവയ ദൈവത്തെയാണ്. യഹോവയെ ആരാധിക്കുന്നത് പറയുമ്പോഴത്തേക്കും യഹോവ സാക്ഷികളാണ് എന്നുള്ള ഒരു തിരുനാട് വരാനുണ്ട്. അവരുടെ പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ബൈബിൾ അനുസരിച്ചുള്ള പലതും. അല്ല, യഹോവ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേലിന് വെളിപ്പെട്ട ഒരു ദൈവമല്ലേ? അപ്പോൾ യേശു ഒരിക്കലും യഹോവ എൻ്റെ പിതാവാണ് എന്നൊരിക്കലും അവകാശപ്പെട്ടിട്ടില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് യഹോവ യേശു ക്രിസ്തുവിൻ്റെ പിതാവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഉൽപ്പത്തി 1:1 പറയുന്നത് ആദ്യം ദൈവം ആകാശഭൂമി നിർമ്മിച്ചു,
ആ ദൈവത്തിൻ്റെ ഉൽപ്പത്തി 2:4 പറയുന്നത് യഹോവയായ ദൈവം ആകാശവും ഭൂമിയും നിർമ്മിച്ച നാളിൽ. സംഗീതത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവ്, ഉടയവൻ, പരിപാലകൻ, അത് സർവശക്തനായ യഹോവയ ദൈവമാണ്. യഹോവ എന്ന് പറയുന്നത് യഹൂദന് മാത്രം ദൈവമല്ല, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിലെ പരിപാലകൻ ആണ് യഹോവയ ദൈവം. യേശു ക്രിസ്തു ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ലല്ലോ യഹോവ എൻ്റെ പിതാവാണെന്ന്. അല്ല, എൻ്റെ പിതാവേ എന്ന് യേശു ക്രിസ്തു ധാരാളം പ്രാവശ്യം ക്രൂശിൽ കിടക്കുന്ന സമയത്ത് പോലും പറഞ്ഞ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറരുത്. അപ്പോൾ അവസാന നിമിഷം വരെ പിതാവിനെയാണ് യേശു വിളിച്ചത്. അത് തീർച്ചയായിട്ടും അത് യഹോവയ ദൈവമാണല്ലോ. യേശു ഒരു യഹൂദനായിരുന്നു. യഹൂദൻ്റെ ദൈവം യഹോവയ ദൈവമാണ്. ഓക്കെ. അപ്പോൾ പാസ്റ്ററൊക്കെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല. യേശു ക്രിസ്തു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു ക്രിസ്തു ദൈവത്തോടു കൂടെ ആയിരുന്നു. അത് മാത്രമല്ല, യേശു ക്രിസ്തുവിന് എല്ലാ അധികാരങ്ങളും പിതാവാണ് കൊടുത്തത്. പിതാവാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്നും പറഞ്ഞാൽ ദൈവമല്ല, ദൈവികത്വമുണ്ട്, അല്ലെങ്കിൽ അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. അല്ല, വേദോസം പറയുന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകലരുടെയും മുഴങ്കാല് അവന്റെ മുമ്പിൽ, അതായത് യേശുവിന്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും യേശു മാത്രം കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടി വരും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് സംഭവിക്കും. അപ്പം അത് സംഭവിക്കും. കാരണം യേശു പറയുന്നത് അത് മാത്രമല്ല, വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, അതിനോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഈ ഭൂമി മുഴുവനും യഹോവയുടെ മഹത്വം നിറയപ്പെടുന്നത്. ഭൂമി മുഴുവനും യഹോവയുടെ മഹത്വം നിറയപ്പെടും. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ നാവും മുഴങ്ങും, എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാം, ദൈവം ഏറ്റുപറയാന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ കർത്താവ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അത് ഏറ്റുപറയാൻ പറഞ്ഞു, ദൈവം ഏറ്റുപറയുന്നല്ല. അല്ല, പക്ഷെ ഇന്ന് ഈ നാളുകൾ പാസ്റ്റർമാരും സഭകളും ഈ യേശു ദൈവമാണ് എന്ന് ഏറ്റുപറയുവാൻ വേണ്ടി അവര് പ്രസവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് നടക്കുന്ന കാര്യമില്ല, സത്യം നടക്കത്തുള്ളൂ. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പെന്തക്കോസ്തൽ സമൂഹവും മറ്റുള്ള ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അത് തെറ്റാണ് എന്നാണോ പാസ്റ്റർ പറയുന്നത്? അത് അവർക്ക് വേണ്ടത്രതായ ദൈവത്തിൻ്റെ വചനം വേണ്ടപോലെ മനസ്സിലാകത്തുകൊണ്ടാണ്. അത് ഞാൻ അവരെ തെറ്റു പറയുന്നില്ല. കാരണം അവർക്ക് ദൈവം ശക്തമായിട്ട് എടുത്തുപയോഗിക്കുന്ന ഗ്രൂപ്പുകളാണ് ക്രിസ്തീയ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ്, ബദറൻ സഭക്കാരൊക്കെ ദൈവം വളരെ ശക്തമായിട്ട് എടുത്തുപയോഗിക്കുന്ന സഭകളാണ്. അപ്പോൾ അവർ നമ്മൾ തരം താഴ്ത്തല്ല കാണുന്നത്. ദൈവത്തിൽ തീർച്ചയായിട്ടും അവർ വളരെ വിലപ്പെട്ടവരാണ്. പക്ഷേ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നതായിരിക്കും വചനപ്രകാരം അതാണ് ശരി. അത് നമ്മൾ പറയുന്ന സത്യം പറയുന്നതായിരിക്കും അത് ശരി. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭൂമി മുഴുവനും യഹോവയുടെ മുഖത്താൽ നിറയപ്പെടും. യേശുവിനെ കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപറയും, വായോട് ഏറ്റുപറയും എന്നാണ് വചനം പറയുന്നത്. അത് യേശു ദൈവമായിട്ട് ഏറ്റുപറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ സത്യം ഉള്ളതുപോലെ നമ്മളെ പഠിപ്പിക്കുക, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുക. ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ നമ്മൾ പറയുക, പഠിപ്പിക്കുക. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമാണ്. ഓക്കെ. പഴയ നിയമത്തിൽ യഹോവയെ ലോഡ്, അതായത് കർത്താവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ യഹോവയെ നമുക്ക് ദൈവമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല ദൈവദാസ. കാരണം ലോഡ്, എല്ലുവാടി ലോഡ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല അതിനർത്ഥം. ഏതൊരു ഡിക്ഷണറി നോക്കിയോ, ഒരു ഡിക്ഷണറിയിലും എല്ലുവാടി ലോഡ് അല്ലെങ്കിൽ കർത്താവ് അതിനർത്ഥം ദൈവം എന്നല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ നമ്മുടെ അധിപതി, അധികാരമുള്ളവൻ, അതാണ് ലോഡ് എന്നുള്ളതിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ നമ്മൾ യഹോവയെ കുറിച്ച് വായിക്കുന്നിടത്ത് ലോഡ് എന്നാണ് എഴുതിയേക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെല്ലാം എല്ലുവാടി ക്യാപിറ്റൽ എല്ലുവാടിയാണ്, ക്യാപിറ്റൽ എല്ലുവാടിയാണ്. അത് യഹോവയ ദൈവത്തെ കാണിക്കുന്നതാണ്. മുഴുവൻ എല്ലുവാടി എന്നുള്ള മുഴുവൻ ക്യാപിറ്റലാണ്. അപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവ, ആ യഹോവയാണ് ദൈവം. ആ യഹോവയുടെ പുത്രനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്നെങ്കിലും എപ്പോഴെങ്കിലും യഹോവ എൻ്റെ പിതാവാണ് യഹോവ എന്ന് അവകാശപ്പെടത്തക്ക രീതിയിൽ ഒരു വാക്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നാമത് യഹോവ എന്നുള്ള നാമം യഹൂദന്മാരെ
അത് കൂടുതൽ അവർ ഉപയോഗിക്കാറില്ല, എടുക്കാറില്ല. അതുകൊണ്ട് കർത്താവെന്നവർ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പിതാവേ, അബ്ബ പിതാവേ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എല്ലാം പിതാവേ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. യഹോവ എന്നുള്ള ആ പദം ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് പിതാവേ എന്നാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ സ്നാനം നമുക്ക് ആവശ്യമാണോ? നമ്മളിപ്പോൾ കർമ്മത്താൽ ഒരു മനുഷ്യന് നീതീകരിക്കപ്പെടുന്നില്ല, അങ്ങനെയെങ്കിൽ ഈ സ്നാനം ആവശ്യമാണോ? സ്നാനം ആവശ്യമാണെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിലാണോ സ്നാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണോ, അതോ ശിശു സ്നാനമാണോ ശരി, അതോ മുതിർന്ന സ്നാനമാണോ ശരി, തളിക്കൽ സ്നാനമാണോ ശരി, അതോ മുഴുകൽ സ്നാനമാണോ ശരി? സ്നാനം, മുഴുകൽ സ്നാനം അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം യേശു ക്രിസ്തു കൽപ്പിച്ചു. യേശു പറഞ്ഞ് പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്ഥാനപ്പെടുത്താനാണ് യേശു പറഞ്ഞത്. അപ്പോൾ യേശു പറഞ്ഞ നമ്മൾ മുഖത്തിലേക്ക് എടുക്കണം. പിതാവിൻ്റെയും പുത്ര സ്ഥാനപ്പെടുത്താൻ പറഞ്ഞാൽ യേശു നാമത്തെ മാത്രം സ്ഥാനപ്പെടുന്നത് അത് ശരിയല്ല, അത് പാപം, തെറ്റാണത്. യേശു പറഞ്ഞ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് യേശു പറഞ്ഞ പോലെ ദൈവമക്കളായ നാം അത് ചെയ്യണം. അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് വിടുതൽ, അവിടെയാണ് രോഗസൗഖ്യം, അവിടെയാണ് അനുഗ്രഹപ്പെട്ട ഭാഗ്യം ഉണ്ടാകുന്നത്. ഓക്കെ, പാസ്റ്റർ ഒരു ബൈബിൾ കോളേജിൻ്റെ ഡയറക്ടർ, പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്ക് ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉപദേശപരമായ വിഷയങ്ങൾ ചോദിക്കില്ല. അതായത് സ്വർഗവും നരകവും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം യേശു ക്രിസ്തു പറഞ്ഞല്ലോ. അല്ല, യേശു ക്രിസ്തു പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അല്ല, സ്വർഗമുണ്ടെങ്കിൽ അത് എവിടെയാണ്? സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്. അതേതെങ്കിലും ഒന്നായിരിക്കാം, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഏതായാലും നോക്കിയിട്ടാണ് യേശുവോ അപ്പോസ്തലന്മാരോ യേശു ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നോ അപ്പോസ്തലന്മാർ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നോ പറഞ്ഞ ഏതെങ്കിലും സന്ദർഭങ്ങൾ ബൈബിളിലുണ്ടോ? അല്ല, യേശു ക്രിസ്തു സ്വർഗത്തെ പറ്റി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് കള്ളനോട് പറഞ്ഞ് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ പർദീസയും സ്വർഗവും ഒന്ന് തന്നെയാണോ? അല്ല, പർദീസാണ്. പർദീസ നമ്മുടെ ദൈവമക്കൾ മരിച്ചു കഴിഞ്ഞാൽ പർദീസിലേക്ക് മാറ്റും. കാരണം യേശു ക്രിസ്തു അതാണ് പഠിപ്പിച്ചത്. അത് നമ്മൾ പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കണം. കാരണം യേശു ക്രിസ്തു നിങ്ങൾ ഇന്ന് എന്നോട് പർദീസായിരിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പം സ്വർഗവും പർദീസയും രണ്ടാണ് അല്ലേ? രണ്ടാണ്. അപ്പോൾ വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിലേക്ക് വരും. ഈ ഭൂമിക്കൊരു മാറ്റം സംഭവിച്ചിട്ട് നമ്മൾ ഭൂമിയിൽ വാഴുന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ടാ? സ്വർഗത്തിലോട്ട് എങ്ങോട്ടാ? സ്വർഗത്തിൽ പോകുന്നത് പിന്നീടാണ്, ആദ്യമല്ല. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ഇവിടെ ദൈവരാജ്യം സ്ഥാപിച്ച് ഇവിടെ 1000 വർഷം നമ്മൾ ഇവിടെ ഭൂമിയെ വാഴും. യെരുശലേം കേന്ദ്രമാക്കി 1000 വർഷം നാം ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. കർത്താവിനോട് കൂടെ നാം ഭൂമിയെ വാഴും. അതുകൊണ്ടാണ് യെരുശലേമിൻ്റെ തലസ്ഥാനം നേരത്തെ ടെൽ അവീവ് ആയിരുന്നു. അത് ട്രംപ് പ്രസിഡന്റായ ശേഷമായിട്ട് യെരുശലേമിൻ്റെ തലസ്ഥാനം അത് യെരുശലേമിൻ്റെ ഇസ്രായേലിൻ്റെ തലസ്ഥാനം ടെൽ അവീവിൽ നിന്ന് ട്രംപ് യെരുശലേമിലേക്ക് മാറ്റി. അപ്പോൾ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളായ നാം യേശു ക്രിസ്തു ഒരുമിച്ച് നാം യെരുശലേം കേന്ദ്രമാക്കിയാണ് ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരാൾ ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടാൽ അവരുടെ രക്ഷ പിന്നീട് നഷ്ടപ്പെടുമോ അതോ നഷ്ടപ്പെടുത്താമോ? എന്താണ് പാസ്റ്ററുടെ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? നഷ്ടപ്പെടും. രക്ഷ നഷ്ടപ്പെടാം. അല്ല, രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ നമ്മൾ സ്വീകരിച്ച ആ രക്ഷയുടെ മഹത്വം എന്താണ്? അല്ല, രക്ഷിക്കപ്പെട്ട് ഒരു വ്യവസ്ഥയുണ്ട്. അത് നമ്മൾ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവവാനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയ്ക്കൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ലംഘിച്ചാൽ നഷ്ടപ്പെടും. യേശുവിനെ കർത്താവ് നാം അംഗീകരിച്ചു, അല്ല പിന്നീട് പറയുകയാണ് അല്ല ഞാൻ യേശു എന്ന കർത്താവ് ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഉപദേശപരമായ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു. ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ബൈബിൾ സ്കൂള് റൺ ചെയ്തു പോകുന്നു, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് പല ദേശങ്ങളിലേക്കും വിട്ടിരിക്കുന്നു. ഇനി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ദൈവം അനുവദിച്ചാൽ ഒരു 300 സ്റ്റുഡൻസിനെ ഒരേ സമയത്ത് ഇവിടെ പഠിപ്പിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം 3 ഭാഷയെ പഠിപ്പിച്ച് ഈ ലോകത്തിൻ്റെ 5 വൻകരകളിലേക്കും അയക്കണമെന്നാണ്
എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ ഹിതമായാൽ ദൈവവും ആയുസ്സും ആരോഗ്യവും വളരെ സാമ്പത്തികം നമുക്ക് നൽകി തന്നാൽ അതാണ് എൻ്റെ ആഗ്രഹം. പാസ്റ്ററുടെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പാസ്റ്റർ പ്രകാരം പറഞ്ഞു, ഒരു തുണ്ട് ഭൂമി ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് നല്ലപോലെ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പുത്തൻകുരിശ് ടൗണിനോട് ചേർന്ന് ഇത്രയും 2 ഏക്കറിലധികം സ്ഥലങ്ങൾ വാങ്ങിച്ച് ഇത്രയും ബൈബിൾ സ്കൂളും കോളേജും ഒക്കെ പണിയുവാനായിട്ടുള്ള അതിൻ്റെ ഒരു കാരണം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ദൈവീക പ്രവൃത്തി? ദൈവീക പ്രവൃത്തി അല്ല, ഈ പറയുന്ന പോലെ ഈ ഒരു തുണ്ട് ഭൂമിയില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതെ, എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രവർത്തനം നല്ല ചുറ്റുപാട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എൻ്റെ അപ്പച്ചൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയായിരുന്നു. മറിവിലെ സ്ഥലം മാറിപ്പോയി, അവിടെ ആസ്മ പിടിവിട്ടു. അവിടെ ജോലി രാജിവെക്കാൻ നിർബന്ധനാക്കി തന്നു. ഞങ്ങൾ 11 മക്കൾ. ഈ 11 മക്കളെയും വളർത്തുന്നതിന് വേണ്ടി അപ്പച്ചനും അമ്മച്ചിയും വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങൾ വളരെ ദാരിദ്ര്യവും കഷ്ടങ്ങളും എല്ലാം ഞങ്ങൾ അനുഭവിച്ചു. പക്ഷെ അവിടെയെല്ലാം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും യാക്കോബക്കാരായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവരെ അടിയുറച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ ആരാധിച്ചു. രാവിലെ പള്ളിവഴിയായിട്ട് കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചേൽപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. രാത്രി അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ദൈവത്തെ മാനിച്ചുകൊണ്ട് ദൈവം ഞങ്ങളെ മാനിച്ചു. 6:30 പറയുന്നത് മുമ്പേ ദൈവരാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി എല്ലാം തരാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ഞാൻ എല്ലാം ഉപയോഗിച്ചിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ജോലി രാജിവെച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, അതായത് ഒരു കപ്പ നടാൻ പോലും ഞങ്ങൾ സ്ഥലമില്ലായിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. എൻ്റെ കല്യാണത്തിന് ശേഷവും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അതാണ് വേല ചെയ്ത്. ഞങ്ങൾ ദേവര ബൈബിൾ സ്കൂളിൽ നടത്തുമ്പോൾ പലപ്പോഴും അവിടെ 1 കിലോ വിറക് വാങ്ങി ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കഞ്ഞി വെച്ച് കൊടുക്കാൻ തീ കത്തിക്കാൻ അവസ്ഥയില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യ മുറ്റത്ത് പോയിട്ട് ഉണങ്ങിയ പേപ്പറും ഉണക്കി ചില്ലി കമ്പൊക്കെ എടുത്തുകൊണ്ടത് അത് കത്തിച്ച് പിള്ളേർക്ക് കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങളുടെ അവസ്ഥയാണ്. ഞാൻ താമസിച്ചിട്ടുള്ളത് 85 രൂപയുടെ ഒരു വാടക കെട്ടത്തിൽ ഒരു മുറിയുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മയും താമസിക്കാൻ വന്നപ്പോൾ ഞാനും വൈഫും, അമ്മയ്ക്ക് മെയിൻ ബെഡ്റൂം കൊടുത്തിട്ട് ഞാനും വൈഫും താമസിച്ചത് ഞങ്ങളുടെ ചെറിയ അടുക്കളയിലാണ്. രാത്രി ആകുമ്പോഴത്തേക്കും കോടിക്കണക്കിന് കൊതുകുകൾ ഞങ്ങൾ കൂടെ കൂട്ടായ്മയായിട്ട് വരുമായിരുന്നു. അപ്പോൾ ആ അവസ്ഥക്കെല്ലാം ദൈവം മാറ്റം വരുത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തായ വ്യക്തികൾ കൂടി ദൈവം ഞങ്ങളെ സഹായിച്ച് ഇവിടെ ഈ 2 ഏക്കർ ചുറ്റാനും ഈ സ്ഥലം ഹൈവേക്ക് അടുത്ത് പുത്തൻകുരിശിൽ വാങ്ങുവാനും ഈ 3 കെട്ടിടം പണിയുവാനും ഏതാണ്ട് 300 സ്റ്റുഡൻസിനെ ഇവിടെ പഠിപ്പിക്കുവാനും പ്രവർത്തിച്ച് എൻ്റെ പൈസയല്ല, എൻ്റെ ഭാര്യയും വീട്ടിൽ നിന്ന് ഇത് ശ്രീധരൻ കൊണ്ടുവന്നല്ല, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നല്ല, ഇത് ദൈവം സ്വർഗ്ഗസ്ഥനായ ദൈവം സർവശക്തനായ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ദൈവം ഞങ്ങൾക്ക് വഴി തന്നാൽ എല്ലാ മാനവത്വം ദൈവത്തിന്. ഈ പുതുതായിട്ട് ഇറങ്ങുന്ന സുവിശേഷകരോട് പാസ്റ്ററുടെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് എത്ര വർഷം സുവിശേഷ വേല ചെയ്തു? അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത് പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരോട്? എനിക്ക് 55 വർഷമായി ദൈവത്തിൻ്റെ വേലയിലായിട്ട്. 5 വർഷമായി. എനിക്ക് ദേവദാസന്മാരുണ്ട്. ഇവിടെ വിവിധ സഭകൾ ബന്ധപ്പെട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. എല്ലാം പറയാം. ഒന്നാമത് ഈ ഗ്രൂപ്പിസം മറന്നിട്ട് നമുക്ക് ഈ ഡിനോമിനേഷൻ സ്പിരിറ്റിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ സ്പിരിറ്റ്, ആ സ്പിരിറ്റിലേക്ക് മാറുക. യേശുവിൻ്റെ സ്പിരിറ്റ്, അതുപോലെ യേശുവിൻ്റെ മനസ്സുള്ളവരായി, യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി എല്ലാ ഡിനോമിനേഷനെയും, എല്ലാ ദേവദാസന്മാരെയും, എല്ലാ ഗ്രൂപ്പിനെയും, എല്ലാ മനുഷ്യരെയും, മനുഷ്യമാത്രമല്ല എല്ലാ ജീവികളെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മിനിസ്ട്രി ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് യേശുവിൻ്റെ വചനത്തിൽ മാത്രമായി പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ വേല ചെയ്യുക. കർഷകൻ പ്രയാസം എതിർപ്പുകളെല്ലാം ഉണ്ടാകും. പക്ഷേ അതെല്ലാം ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റപ്പെടുന്ന എൻ്റെ അവസ്ഥയ്ക്ക് ഒന്നുമില്ലാത്തിരുന്ന എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റപ്പെടുത്തിയ ദൈവമാണ്. ആ ദൈവത്തിന് സർവശക്ത ദൈവമാണ്. ആ ദൈവം ദൈവദാസന്മാരുടെയും മക്കളുടെയും കുടുംബത്തിലെല്ലാം അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. ഓക്കെ, ഇനി അവസാനമായിട്ട് എന്തെങ്കിലും നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടോ? ഇന്നിന്ന കാര്യങ്ങൾ കൂടെ എനിക്ക് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു, എൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടോ ബൈബിൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ കൂടെ എനിക്ക് പറയണം, എന്നാൽ എൻ്റെ അനുഭവ സാക്ഷ്യത്തിനൊരു പൂർത്തീകരണമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ നടത്തിയ വഴിത്താരകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് ചിന്തിച്ച കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടെ പറയും. പറയാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ യേശുവിൻ്റെ ഫോളോവേഴ്സാണ്, യേശുവിൻ്റെ മക്കളാണ്.
കാമ്യം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാം, പിതാവിന് എത്ര വയസ്സായി അറിയിക്കും. അപ്പോൾ നമ്മുടെ യേശുവിൻ്റെ മക്കളാകുന്ന ദൈവത്തിൻ്റെ വേലക്കാരായ നമ്മളെ ദൈവത്തേക്ക് നോക്കുക. മനുഷ്യരെയല്ല, പാസ്റ്റർമാരെയല്ല, സഭകളെയല്ല, ഡിനോമിനേഷനല്ല, വേറെ മനുഷ്യരെ നോക്കാതെ ദൈവത്തെ നോക്കുക. ദൈവത്തെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയും ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മളത് മുകളിലേക്ക് എടുക്കുക. മുകളിലേക്ക് എടുത്തിട്ട് അത് നമ്മൾ ഏറ്റെടുത്തിട്ട് അത് നമ്മൾ ലോകത്തോടെ അറിയിക്കുക. കാരണം യേശുക്രിസ്തു പറഞ്ഞ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ജാതികളെ ശിഷ്യന്മാരാക്കുക. അപ്പോൾ യേശുവിൻ്റെ വചനത്തിൽ നമ്മൾ മുകളിലേക്ക് എടുത്തുകൊണ്ട് അത് നമ്മളെ ലോകത്തോടെ സഭയുള്ള ദൈവമക്കളോടെ നാം പഠിപ്പിക്കുക. തീർച്ചയായിട്ടും നന്മയും കരുണയും നമ്മുടെ ആഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും. ഓക്കെ പാസ്റ്റർ, ഈ വീഡിയോ കണ്ടതിന് ശേഷം പാസ്റ്ററെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫോൺ നമ്പർ ഇടുന്നതിന് കുഴപ്പമുണ്ടോ? എനിക്ക് സന്തോഷമുള്ളൂ. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ കടന്നു വരാം. നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ ആയിരിക്കാം. നിങ്ങൾ ഏത് ഗ്രൂപ്പായാലും. അപ്പം ഞാൻ പറയുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാം യേശുക്രിസ്തു നമ്മളെല്ലാം ഒന്നാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സൗമ്യതയും കൂട്ടായ്മയിലും നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ദൈവരാജ്യം ഭൂമി സ്ഥാപിക്കുന്നവരെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടം പ്രാർത്ഥിപ്പീൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം വിസ്തീരിക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യം വരെയാണ്. അപ്പോൾ അതുമാത്രമല്ല, യേശുക്രിസ്തു ശിഷ്യന്മാരെ വിടുമ്പോൾ യേശുക്രിസ്തു കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിക്കുക. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭരണങ്ങളെല്ലാം മാറിപ്പോകും. നമ്മുടെ പിണറായി വിജയൻ സാറിൻ്റെയും നമ്മുടെ മോഡി സാറിൻ്റെയും പുട്ടിൻ്റെയും അതുപോലെ ട്രംപ് സാറിൻ്റെയും എല്ലാവരുടെയും ഭരണങ്ങളെല്ലാം മാറിപ്പോകും. മാറിപ്പോയിട്ട് നമ്മുടെ രക്ഷകനായ ദൈവത്തെ പുത്രനായ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ ഭരണം, ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുകയാണ്. അപ്പോൾ മിക്കവാറും സഭകളും മിക്കവാറും പാസ്റ്റർമാരും ഈ വരാൻ പോകുന്നതായ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കാറില്ല. ദൈവദാസന്മാരും ദൈവമക്കളും ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുക. ഇപ്പോഴത്തെല്ലാം മാറിപ്പോകും. ഒരു ദൈവരാജ്യം ഭൂമി സ്ഥാപിക്കുമ്പോൾ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ വേദനയോ ദുഃഖങ്ങളോ മരണമോ ഇല്ലാത്തായ ഒരു ദൈവരാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ സഭയുള്ള ദൈവമക്കളെ ഈ കാര്യം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ പാസ്റ്റർ, ഇത്രയും സമയം പാസ്റ്ററുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സജീവ് പാസ്റ്റർ കടന്നു വന്ന് ഇൻ്റർവ്യൂ നടത്തിയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദേവദാസനെയും പ്രിയപ്പെട്ട അമ്മച്ചിയെ അതുപോലെ കുടുംബത്തെയും അദ്ദേഹത്തിന് മിനിസ്റ്റർ ചെയ്ത് ആളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതൊരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട മിനിസ്റ്ററി ആയിട്ടാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിനിസ്റ്ററി ആയിട്ടാണ് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. ദേവദാസ മിനിസ്റ്ററിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതിപ്രകാരമുള്ള ധാരാളം ദേവദാസന്മാരെ ഇൻ്റർവ്യൂ നടത്തി അത് ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ തന്നെ ഒരു അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവരും ദൈവദാസനെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥന മാത്രം പോരാ, നമ്മൾ സാമ്പത്തികമായിട്ടും ദൈവദാസ മിനിസ്റ്ററിയെ സഹായിക്കണം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. നമ്മൾ സ്തോത്രം പറയാനും ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, യേശുക്രിസ്തു ഗ്രാമം തോറും പട്ടണത്തോറും സഞ്ചരിച്ച് എല്ലാവർക്കും നന്മ ചെയ്തു, പ്രാർത്ഥിച്ചു വിടുകയല്ല ചെയ്ത്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുവാൻ സാമ്പത്തികമായിട്ട് ഈ പറ്റിയുള്ള ദൈവദാസ മിനിസ്റ്ററിയും അത് നിങ്ങൾക്ക് അറിയാവുന്ന ദിവസമാണ് എല്ലാവരെയും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതാണ് പിതാവിൻ്റെ ഇഷ്ടം. അതാണ് ദൈവദാസനോട് പ്രത്യേകം പ്രാർത്ഥന ഓർക്കാം. ഓക്കെ, താങ്ക് യു പാസ്റ്റർ.